ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിലുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ അപേക്ഷ ഫീസൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലാണ് വിവിധ ഒഴിവുകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ലീഗൽ അഡ്വൈസർ പോസ്റ്റാണ്. 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് നിയമബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 35 വയസ്സ് വരെയാണ്. ശമ്പളം 40,000 രൂപയും പ്ലസ് TA DA ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. അടുത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 7 ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. MBA ഉള്ളവർക്കും ഫിനാൻഷ്യൽ പ്രോഡക്ട്സുകളുടെ മാർക്കറ്റിംഗിൽ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ശമ്പളം 25,000 രൂപയും പ്ലസ് TA DA ലഭിക്കുന്നതായിരിക്കും. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. അടുത്തത് ടെക്നിക്കൽ അഡ്വൈസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ BE അല്ലെങ്കിൽ BTech ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ബാങ്ക് അല്ലെങ്കിൽ NBFC അല്ലെങ്കിൽ FI എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ശമ്പളം 40,000 രൂപയും TA DA ലഭിക്കുന്നതാണ്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. SC ST OBC മുസ്ലിം EBT LC AI തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായി വയസ്സുളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമന തീയതി മുതൽ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ 3 വർഷം വരെ നീട്ടിക്കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിനുമുള്ള അറിയിപ്പ് രജിസ്റ്റർ ചെയ്ത് ഇമെയിൽ ID വഴി മാത്രമേ അയക്കുകയുള്ളൂ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷ ഫോം പൂരിപ്പിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത ഫോട്ടോ JPG ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് 200 KB താഴെ ആയിരിക്കണം. കൂടാതെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒപ്പ് വെള്ള പേപ്പറിൽ ഇട്ട് അത് സ്കാൻ ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത ഫോട്ടോ JPG ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് 50 KB താഴെ ആയിരിക്കണം. കൂടാതെ ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് പ്രായം, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത ഫോട്ടോ JPG ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് 400 KB താഴെ ആയിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/3/2024 വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.